അതെ, നിങ്ങളെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ നിങ്ങൾ തിരിച്ചടിച്ചാൽ മതി. വേറെ ഒരു ഓപ്ഷനും നോക്കരുത്. ഓക്കെ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലെ ഒരുപാട് ചിരിക്കുകയും ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ ചോദിക്കണം, എന്താണ് നിന്റെ പ്രശ്നം? നീ എന്താണ് മറച്ചു പിടിക്കുന്നത്? നിന്റെ ഉള്ളിലുള്ള ആ സങ്കടം എന്തായാലും അത് എന്നോടൊന്ന് ഷെയർ ചെയ്യുമോ എന്ന് ചേർത്ത് പിടിച്ചിട്ടൊന്ന് ചോദിക്കാമോ? അതുവരെ നിങ്ങൾ കണ്ട ആ വ്യക്തിയേ ആയിരിക്കത്തില്ല അവർ മറ്റൊരു വ്യക്തിയായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളുടെ എല്ലാം ഇടയ്ക്കുണ്ട്. സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് ആരോടും തുറന്നു പറയാൻ പറ്റാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപാട് ചിരിച്ചും ഒരുപാട് സംസാരിച്ചും നമ്മളോടൊപ്പം നടന്നു പോകുന്ന ഒരു കൂട്ടുകാരിയോ ഒരു കൂട്ടുകാരനോ കാണാം. അതെ, ഒരാളെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത്. ഒരാളെയും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ അവർ വിട്ടുതരുന്നില്ല. സാഹചര്യം പയ്യെ നമുക്ക് അവരെ മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കി തരും. പക്ഷെ നമ്മൾ അതിനു മുമ്പ് പറയും, എനിക്കവരെ അറിയാം, എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കറിയത്തില്ല. പക്ഷെ അവരെ അറിയാവുന്നത് അവർക്ക് മാത്രമാണ്. അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അവരുടെ കൂടപ്പറപ്പുകൾക്കോ അവരുടെ ഫ്രണ്ട്സിനോ ആർക്കും അറിയത്തില്ല. അതുപോലെ തന്നെയല്ലേ നമ്മളെ നമ്മൾ ആർക്കെങ്കിലും പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമോ മനസ്സിലാക്കാൻ? ഒരിക്കലും ഇല്ല. നമ്മളെ പകുതി എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവർക്കും പകുതി മനസ്സിലാവും. പക്ഷെ നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നത് നമുക്ക് മാത്രമാണ്, ഇല്ലേ? അപ്പോൾ ആരെയും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത്.